Now, ഈ കാർഡിയോ പൾമണറി ബൈപ്പാസ് മെഷീനെ പറ്റിയാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് ഫോർ ഗെറ്റിംഗ് ദി ഹാർട്ട് empty so that you can see the internal defects within the heart and the surgeon can operate the heart without any interruption. That അതിൻ്റെ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരുന്ന് എന്തുവാ സർജറി ചെയ്യുക വിതിൻ ദി ഹാർട്ട് എന്ന് പറയുന്നത് ഇസ് കൈൻഡ് ഓഫ് വെരി ഡിഫിക്കൾട്ട് ആൻഡ് ഇമ്പോസിബിൾ ആയിട്ട് മാറും. ഇപ്പം ഇങ്ങനത്തെ കാർഡിയോ പൾമണറി മെഷീൻസ് ഉള്ളത്, ബൈപ്പാസ് മെഷീൻസ് ഉള്ളത് കൊണ്ട് ദേ വിൽ ഡു ദി ഫങ്ഷൻ ഓഫ് ദി ഹാർട്ട് ഫോർ ഓക്സിജനേറ്റിംഗ് ദി ബ്ലഡ്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ എന്തുവാ ലങ്സിൽ ഇംപ്യൂർ ബ്ലഡ് കയറുന്നത് റൈറ്റ് ഏട്രിയത്തിലോട്ടാണ് ത്രൂ ദി സുപ്പീരിയർ വീന കേവ ആൻഡ് ഇൻഫീരിയർ വീന കേവ. ഈ ബ്ലഡ് ഇത് റൈറ്റ് ഏട്രിയത്തിലോട്ട് കയറുമ്പം അവിടുന്ന് താഴോട്ട് പോകാതെ ഇറ്റ് ഈസ് ബീങ് എന്തുവാ പുൾഡ് ഔട്ട് ഫ്രം ദി റൈറ്റ് ഏട്രിയം into an oxygenator through a clear plastic tubing. ഒരു ട്യൂബ് വഴി റൈറ്റ് ഏട്രിയത്തിൻ്റെ അവിടുന്ന് ഇട്ടിട്ട് ഈ ട്യൂബ് ഈ ബ്ലഡിനെ റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോകാൻ സമ്മതിക്കാതെ അവിടുന്ന് തന്നെ അതിനെ ഈ ട്യൂബിംഗ് വഴി ഈ ഒരു ഓക്സിജനറേറ്ററോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യുവാണ്. ഇവിടെ ഈ ബ്ലഡിനെ, ദാറ്റ് ഇസ് ദേ ആർ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, they are filtered and അതിനെ ഓക്സിജനേറ്റ് ചെയ്തിട്ട് ഇറ്റ് ഇസ് പംപ്ഡ് ബാക്ക് ഇൻ ടു ദി അയോട്ടിക് ആർച്ച്, നോട്ട് ഇൻ ടു ദി ഹാർട്ട് ബട്ട് ഹാർട്ടിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പമ്പ് ചെയ്തിട്ട് ആർച്ച് ഓഫ് അയോട്ടയിൽ ബ്ലഡ് വരുന്നത് പ്യോർ ബ്ലഡാണ്. സോ ആ പ്യോർ ബ്ലഡ് ഈ ഹാർട്ടിൻ്റെ ഉള്ളിലോട്ടും വെൻട്രിക്കിൾസിൻ്റെ ഉള്ളിലോട്ടും ഒന്നും കയറാതെ നേരെ ആർച്ച് ഓഫ് അയോട്ടയിലോട്ട് പൈപ്പ് ഇൻസേർട്ട് ചെയ്തിട്ട് ദിസ് ഫിൽറ്റേർഡ് അല്ലെങ്കിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇസ് pumped back into the arch of aorta where it gives the rest of the distribution to the tissues. So ഇങ്ങനെ ഓക്സിജനേറ്റ് ചെയ്യുമ്പം ഈ എന്തുവാ ഈ ബ്ലഡിനെ വെൻ ഇറ്റ് ഇസ് പമ്പിങ് വിതിൻ ദിസ് ഓക്സിജനേറ്റർ ഇറ്റ് നീഡ്സ് ടു ബി കൂൾഡ് ഓർ വാംഡ് വിച്ച് ഇസ് ഇൻക്ലൂഡഡ് വിത്ത് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറും കൂടെ ഉണ്ട് ഈ ഓക്സിജനേറ്ററിൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച്ഡ് ആയിട്ട്. സോ ഈ oxygenator is mounted on a frame, movable frame, which is set very close to the operating table. ഇനിയും ഈ ഓക്സിജനേറ്റർ എന്ന് പറയുന്നത് രണ്ട് തരമാണ് ഉള്ളത്. വൺ ഇസ് എ പെർമനൻറ്റ് ടൈപ്പ് ആൻഡ് വൺ ഇസ് എ ഡിസ്പോസിബിൾ ടൈപ്പ്. എന്തുവാ പമ്പ്, ബബിൾ ഓർ മെംബ്രേനിയസ് ടൈപ്സ് ആണ് രണ്ട് തരം ഉള്ളത്. ഈ ബബിൾ ഓക്സിജനേറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ഇഫ് ദ പ്രൊസീജിയർ ഇസ് ലെസ് ഡ്യൂറേഷനിൽ കണ്ടക്ട് ചെയ്തെടുക്കാവുന്ന പ്രൊസീജിയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബബിൾ ഓക്സിജനേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബ്ലഡ് ഇസ് ആർട്ടീരിയലൈസ്ഡ് അല്ലെങ്കിൽ ഓക്സിജനേറ്റഡ് ആസ് ദി ഓക്സിജൻ ബബിൾ ഇൻക്രീസസ്. ബബിളിംഗ് ഓഫ് ഓക്സിജൻ ഈ ബ്ലഡിൻ്റെ ഉള്ളിൽ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് these bloods are getting this blood is getting oxygenated and the excess bubbles are removed and the blood is filtered before being returned to the patient via the arch of aorta. Now membranous oxygenators എന്ന് പറയുന്നത് എന്താണ്? They are available as disposable items and ഇതെന്ന് പറയുന്ന ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സെമി പെർമിബിൾ മെംബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ഈ മെംബ്രെയിൻ ഓക്സിജനേറ്റേഴ്സും യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെംബ്രെയിൻ ഇറ്റ് സെപ്പറേറ്റ്സ് ദി ബ്ലഡ് ആൻഡ് ദി ഓക്സിജൻ ത്രൂ എ തിൻ ഫിലിം ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് മെംബ്രെയിനിയസ് ഓക്സിജനേറ്റേഴ്സ് ആർ മച്ച് ലെസ് ഡേഞ്ചറസ്, അല്ലെങ്കിൽ ബ്ലഡ് സെൽസിനെ ഡാമേജ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലും ലെസ് ആയിരിക്കും ഇതുപോലെ മെംബ്രെയിൻ ഓക്സിജനേറ്റേഴ്സ് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. ബട്ട് ദേ ആർ ഓൺലി റെക്കമെൻഡഡ് വെൻ 3 hours അല്ലെങ്കിൽ ബിയോണ്ട് ആയിട്ടൊരു ലോങ് ഡ്യൂറേഷൻ സർജറി കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ മാത്രം അത് സിഗ്നിഫിക്കൻ്റ് ഒരു ഡാമേജ് ബ്ലഡ്സിൽ വരാൻ സാധ്യതയുള്ളൂ. സോ അങ്ങനെ ആ സിഗ്നിഫിക്കൻസ് വരുന്ന സമയത്ത് മാത്രമാണ് അത് മെംബ്രെയിൻ ഓക്സിജനേറ്റേഴ്സിന് യൂസ് ചെയ്യുന്നത്. So usually in infant surgeries these kind of membrane oxygenators are used. So this is something about your cardiopulmonary bypass machines. So there are a few
conditions of cardiac condition which use cardiopulmonary bypass machines, and a few that are not required. Heart pump ചെയ്താലും that is ഹാർട്ടിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് അല്ല, അതിന് വെളിയിലായിട്ട് ഉള്ള കാർഡിയക് സർജറീസ് വേർ യുവർ കാർഡിയോപൾമണറി machine is not required. So let's now talk about which are the different conditions where this machine is used and where it is not used.